മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് CH പ്രതിഭ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുൻവർഷത്തെ ചോദ്യപേപ്പറിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്, അതിനോട് മാച്ച് ചെയ്ത ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നൽകുന്നത്. ഇതിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവിജ്ഞാനം, മെൻ്റൽ എബിലിറ്റി, രാഷ്ട്രീയം, സ്പോർട്സ്, ഭാഷ, സാഹിത്യം എന്നീ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയൊക്കെ നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട്. മെൻ്റൽ എബിലിറ്റി ഉള്ള ഇനി നൽകാൻ അത് ഉടൻ തന്നെ ഒരു വീഡിയോസായി നൽകുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഭാഗം, കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, എല്ലാ ഭാഗങ്ങളും പോയി കാണണം. എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത് കണ്ടിട്ടുള്ളത്. എല്ലാവരും പോയി നന്നായി പഠിക്കുക. കൊറോണ സമയത്തും അതിന് ശേഷവും ഇത് ഓൺലൈൻ ക്വിസായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം മുതൽ സ്കൂൾ തലം ഓഫ്ലൈൻ ആയിരിക്കും. ആഗസ്റ്റ് 29 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്നതായിരിക്കും എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നൽകുന്നതായിരിക്കും. വാട്സപ്പ് ചാനലിലൂടെയും നൽകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. 2024 ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? കാസിനി. 2024 ഓഗസ്റ്റിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ദി ഫിജി പുരസ്കാരം നേടിയതാര്? നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. മക്കളെ, പറയണത് മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൻ്റെ പേരെന്താണ്? ആകാശമിട്ടായി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത്, അതായത് 2024 ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരെന്ത്? മതിലുകൾ. 2024 ജൂലൈയിൽ പ്രകാശനം ചെയ്ത MN കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമേത്? ബഷീറിൻ്റെ പൂങ്കാവനം. 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചതാർക്ക്? അരുന്ധതി റോയ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. 2024 ഓഗസ്റ്റിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ഷെയ്ഖ് ഹസീന ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ബംഗ്ലാദേശ്. മക്കളെ, കറണ്ട് അഫയേഴ്സിൻ്റെ കുറേ വീഡിയോ നൽകിയിട്ടുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് പരമാവധി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ സിമ്പിളായി ലളിതമായ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതും കൂടി പോയി പഠിക്കുക. ഇനി മീഡിയ 1 ലിറ്റിൽ സ്കോളറിൻ്റെ എക്സാമാണ്, ക്വിസ് പ്രോഗ്രാമാണ് വരാനുള്ളത്. അതിനും ഇത് ഉപകാരപ്പെടും. CH മുഹമ്മദ് കോയ സ്പീക്കർ ആയത് എത്രാമത്തെ വയസ്സിൽ? 34ാമത്തെ വയസ്സിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ആര്? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ എത്ര ദിവസമാണ് മുഖ്യമന്ത്രിയായത്? 54 ദിവസം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത്? ഇടുക്കി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ആനമുടി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേരെന്ത്? സൈലന്ററി വനം. കേരളത്തിൽ കുറച്ചു കടൽ തീരമുള്ള ജില്ല ഏത്? കൊല്ലം. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? മുഹമ്മദ് അബ്ദുറഹിമാൻ. കേരളത്തിൽ പ്രധാനമായും 2 സ്ഥലങ്ങളിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഒന്ന്, കണ്ണൂർ, പയ്യന്നൂരിൽ. സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോസിൽ ക്വിറ്റ് ഇന്ത്യ, ഉപ്പു സത്യാഗ്രഹം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അത് പഠിച്ച കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും. പ്ലേയിങ് ഇറ്റ് മൈ വേ
ഏത് കായിക താരം എഴുതിയ പുസ്തകമാണ് സച്ചിൻ ടെണ്ടുൽക്കർ? ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്നത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോസ് നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട്. ആദ്യം ലഭിച്ചവരെക്കുറിച്ചും 2024 ലഭിച്ചവരെക്കുറിച്ചുള്ള വീഡിയോസാണ്. അതും പോയി കാണണേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമേത്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് തുളസിച്ചെടി പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് വേറൊരു വാതകമാണ്. അതറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പ്രമേഹ രോഗികളായ കുട്ടികളുടെ ചികിത്സ ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന പരിപാടിയുടെ പേരെന്ത്? മിഠായി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏത്? വിക്ടേഴ്സ് ചാനൽ. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന എന്ന വാക്കിനർത്ഥം ഞങ്ങളുടെ ഗുരു. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയം. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന്. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് ആര്? ഹെൻറി വാൾട്ടർ. ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ ഗർത്തമേത്? മരിയാന ട്രെഞ്ച്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രമേത്? അറ്റ്ലാന്റിക് സമുദ്രം. കുട്ടികളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ജനറൽ നോളജും പഠിക്കാനുള്ള സൗകര്യമാണ് നമ്മുടെ ചാനലിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. Please like and subscribe.